ഭാര്യയ്ക്ക് ഒരു 50 ലക്ഷത്തിന്റെ ഗോൾഡ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൽ നിർബന്ധമുണ്ട്. ഇവിടെ നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒന്നും മോശമായിട്ടല്ല. 30-40 ലക്ഷത്തിന്റെങ്കിലും എടുക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ എന്റെ കീശയിലെ കാശാണ് പോകുന്നത്. ഡോക്ടർ കപ്പിൾ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ഫോളോവേഴ്സും അതുപോലെ തന്നെ പേഷ്യൻസും എന്നോട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഡോക്ടർ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതെന്ന്. ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി എനിക്കൊരു നല്ല വിവരം ഉണ്ടാവുമെന്നാണ് ജനങ്ങളുടെ വിചാരം എന്ന് തോന്നുന്നു. പക്ഷേ സത്യത്തിൽ ഡോക്ടർക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല എന്നുള്ളതാണ് സത്യം. പല പേഷ്യൻസും എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്, ചിലർക്ക് റിജക്റ്റ് ആവുന്നുണ്ട്. അതിൻ്റെ ഡീപ്പായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പേർട്ട്, ഓരോ കാര്യത്തിനും ഒരു എക്സ്പേർട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഷുഗറിൻ്റെയും തൈറോയിഡിൻ്റെയും ഹോർമോൺസിൻ്റെയൊക്കെ ഡോക്ടറാണ്. ഞാൻ അതിൻ്റെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിലും ഹാർട്ടിനെ പറ്റിയോ കിഡ്നിയെ പറ്റിയോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര എക്സ്പെർട്ടീസ് ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു എക്സ്പേർട്ടിനോട് ചോദിക്കുന്നതിനാണ് എപ്പോഴും നല്ലത്. ഇന്ന് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി 20 വർഷത്തിലേറെ ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്ത് പരിചയമുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട്. ശ്രീമതി രജനി മാഡം. വെൽക്കം മാഡം ടു ഡോക്ടർ കപ്പിൾ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കഥകളിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാഡത്തിന്, നമുക്ക് ഒരു അഡ്വൈസ് ഒന്നും കൊടുക്കേണ്ട ആൾക്കാർക്ക്. ഇന്ന് അതല്ല നമ്മുടെ ഉദ്ദേശം. നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ആൾക്കാർക്ക് അവയർനെസ് കിട്ടുകയും വേണം, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളിലൂടെ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ തുടങ്ങാം അല്ലേ? മാഡം, എനിക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ? ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് നല്ല ഗുണം കിട്ടിയ കുറെ ആൾക്കാരുണ്ട്, ഒരുപാട് കഥകളുണ്ട്. അങ്ങനത്തെ ഒരു കഥ മാഡത്തിനൊന്ന് പറയാൻ പറ്റും? എന്താ, ഇത് എൻ്റെ തന്നെ ഒരു ക്ലൈന്റ് അല്ല, എൻ്റെ സുഹൃത്ത് തന്നെ. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾക്ക് നമ്മുടെ ഒക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ. ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ കുറേ മെസ്സേജുകൾ തുടർച്ചയായിട്ട് ടൈപ്പ് ചെയ്തില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേരിങ്ങനെ ടൈപ്പ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി കയറി നോക്കിയപ്പോൾ ഒരു സുഹൃത്ത് പറയുകയാണ്, നമ്മുടെ നാട്ടിലെ ഒരു പ്രശസ്തനായ ഒരു വ്യക്തി അവർ കുടുംബമായിട്ട് ടൂർ പാക്കേജിലാണ്, ഇങ്ങനെയാണ് പറഞ്ഞത്, ടൂറിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ട്രാവൽസ് തുടങ്ങിയിട്ടില്ല, ഞാൻ അവർക്ക് ടൂർ കൊടുത്തിട്ടില്ലല്ലോ. അത് ഞാനിങ്ങനെ നോക്കി പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുടുംബത്തിന് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഭാര്യയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ ഇദ്ദേഹം ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിന്റെയും വീടിന്റെയും ഇടയ്ക്കുള്ള ഹോസ്പിറ്റലാ. അപ്പൊ ഇവരെന്താ അവിടെ ഹോസ്പിറ്റലിൽ പോയി അത്യാവശ്യം നല്ല റൂമൊക്കെ എടുത്ത് അതിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. സുഖമില്ലാതെ ശരിക്കും അഡ്മിറ്റ് ആയതാണ്. അപ്പൊ എന്തായി, ഹസ്ബൻഡിന് ഇങ്ങോട്ടും വരാം, മക്കളുമായിട്ട് ഇവിടെയും. അപ്പൊ ഇവരെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ക്ലെയിമിന് എമൗണ്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഗൃഹനാഥന് അന്വേഷിക്കേണ്ട ആ കാര്യമില്ല. എന്റെ സുഹൃത്തിന് പേയ്മെന്റ് എന്ത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കും, ഇവർക്ക് സുഖമായിട്ടിരിക്കാം. പക്ഷെ എനിക്ക് അതിലേറെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്, ഇവരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടാവും. ഒരു 10 വർഷമായിട്ട് അവർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലൈന്റ് ആണ്. ഈ 10 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 20-25 വട്ടമെങ്കിലും പല പ്രാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെറിയ ചെറിയ എമൗണ്ട് വെച്ചിട്ടാണെങ്കിൽ പോലും വലിയൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യുന്ന വെച്ചാൽ അവരുടെ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നത്, എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. മറ്റേ നമുക്കറിയില്ലേ, നമ്മുടെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്താണ്? നമ്മൾ ഇവരെ നോക്കണം, ഡിസ്ചാർജ് ആകുമ്പോൾ ബില്ലും ഉണ്ടാക്കണം. പക്ഷെ ഇവർക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വർഷം കൊണ്ടേ ഹെൽത്ത് ഇൻഷുറൻസ് അടച്ചുകൊണ്ട് വന്നതുകൊണ്ട് അതിന്റെ പ്രയോറിറ്റി ഉള്ളത് കൊണ്ട് ഇപ്പൊ എല്ലാ ക്ലെയിമും കിട്ടാൻ തുടങ്ങി. പക്ഷെ അതെനിക്ക് ജീവിതത്തിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അവർക്ക് ക്ലെയിം കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ. പുറത്തുനിന്നുള്ള രാജ്യങ്ങളിലെ ഞാനൊരു എക്സാമ്പിൾ ഇത് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ, ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറഞ്ഞതാണ്. പുറം രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, UAE-ലും അവിടെയുള്ളവർക്കൊക്കെ എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പൽസറി ആണല്ലോ. പല ലെവലിലായിരിക്കും, പക്ഷേ എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും. മിക്ക ആൾക്കാരും കമ്പനി കൊടുക്കുന്ന ഇൻഷുറൻസ് ആണെങ്കിൽ പ്രത്യേകിച്ചും. പക്ഷെ അത് കാരണം ഡോക്ടർമാരുടെ മുകളിൽ വിശ്വാസം കുറവാണ് അവിടുത്തെ ആൾക്കാർക്ക്. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അനാവശ്യമായി ടെസ്റ്റ് എഴുതും, അനാവശ്യമായിട്ട് മരുന്നുകൾ എഴുതും. ഇങ്ങനത്തെയൊക്കെ ഒരു ചിന്താഗതിയാണ് അവിടുത്തെ ആൾക്കാർക്ക്. അപ്പോൾ അവർ നാട്ടിലേക്ക് വരുമ്പോൾ, എൻ്റെ ഒരുപാട് ക്ലയൻസ് UAE-ൽ കാലങ്ങളോളം ഉണ്ടായിരുന്ന ആൾക്കാരും ദുബായിലുണ്ടായിരുന്ന ആൾക്കാരുമാണ്. അവർ നാട്ടിൽ വന്ന് സെറ്റിൽ ആകുമ്പോൾ പക്ഷെ അവർക്ക് വിശ്വാസമുണ്ട് ഇവിടുത്തെ ആൾക്കാരെ, ഇവിടുത്തെ ഡോക്ടർമാരെ ഇപ്പോഴും വിശ്വാസമുണ്ട്. ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് വ്യാപകമായിട്ട് എല്ലാവരും എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു വിശ്വാസം നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടിയുണ്ട് എനിക്ക്. എന്താ മാഡത്തിന്റെ അഭിപ്രായം അതിനെപ്പറ്റി? ഒരിക്കലും ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഡോക്ടർക്ക് അറിയാമല്ലോ, പലപ്പോഴും ഡോക്ടർ മുന്നിൽ വന്നിരിക്കുന്ന പേഷ്യൻസിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? അവരുടെ ഫൈനാൻഷ്യൽ പ്രശ്നം കൊണ്ടാണ് അല്ലേ? കാരണം ഇവിടെ നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒന്നും മോശമായിട്ടല്ല, പക്ഷെ അവിടുത്തെ
തിരക്കുകൊണ്ട് പലപ്പോഴും വേണ്ടത്ര കെയർ കിട്ടാൻ. അതായത് ഇപ്പൊ പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ അസുഖം വലുതായിരിക്കാം, പക്ഷെ ഒരു അതേപോലെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ഇതിലും സീരിയസ് ആയ കേസ് അവിടെ ഉണ്ടാകാം. അപ്പൊ എന്താവും, ഇവർക്ക് പ്രയോറിറ്റി കുറയും. പക്ഷെ ആ സാഹചര്യത്തില് ഡോക്ടറൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവില്ലേ ശരിക്കും, കാരണം നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം, പക്ഷെ ഇത്ര വലിയ ബില്ല് ഇവർക്ക് താങ്ങാൻ കഴിയില്ല. ആ സാഹചര്യത്തില് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് വേണം. എന്റെ അഭിപ്രായം തന്നെയാണ്, ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവരും എടുക്കണം തന്നെയാണ്. കാരണം നമുക്ക് ചികിത്സാ ചെലവ് താങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരാഴ്ച എന്റെ നാട്ടിൽ ഇപ്പൊ കിഡ്നി ഫെയിലിയറിന് പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും നടക്കുന്നത് തന്നെയാണ്. പിരിവ് നടത്തിയിട്ട് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ നടന്നുകൊണ്ട് പോകുന്നത്. സമയത്തിന് അവരൊരു സേവിങ് ആണ് ഇതെന്തായാലും. നമ്മളുടെ ഒരു എമർജൻസി വരുമ്പോൾ ആരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരാതെ, നാട്ടുകാർ പിരിച്ചിട്ടൊന്നും ചെയ്യേണ്ടി വരാതിരിക്കാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിപ്പം ഇന്നലെ എന്നോട് ഒരാൾ എന്നോട് ഇന്നലെ ചോദിച്ചതാണ്, പിന്നെ രജനി മാം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം നിർബന്ധമുണ്ടോ എന്ന്. അപ്പൊ ഞാൻ 3 ചോദ്യമാണ് ചോദിച്ചത്. നമ്മൾ ഈ 3 ചോദ്യത്തിനും നിങ്ങൾ പറയുന്ന ആൻസർ നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കുക. കറക്റ്റ് ആണെങ്കിൽ ഞാൻ 3 ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് ഒരു മിനിമം 50 ലക്ഷം ബാങ്കിൽ FD ഉണ്ടോ? എപ്പോ വന്നാലും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതി. 2, ഞാൻ ചോദിച്ചത് നിങ്ങൾ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ ഭാര്യയ്ക്ക് ഒരു 50 ലക്ഷത്തിന്റെ ഗോൾഡ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് തരാനുണ്ടോ? 3, നിങ്ങൾ ഈ നിൽക്കുന്ന നിൽപ്പിൽ ഒരു 10 ഫ്രണ്ട്സിനെ വിളിക്കുക, ഓരോ ഫ്രണ്ട് 5 ലക്ഷം വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കുന്നു 5 ലക്ഷം അയച്ചു തരാനുണ്ട്. ഈ 3 കണ്ടീഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഉറപ്പല്ലേ? അത് മിക്കവാറും ആൾക്കാർക്കും അത് പറ്റില്ല. അതുകൊണ്ട് അവരൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണേന് നല്ലത്. ശരിക്കും നമ്മുടെ ഫൈനാൻഷ്യൽ സേവിങ് നമ്മുടെ ഞാൻ എടുക്കുന്നത് എന്റെ സേവിങ്. അസുഖം വരുന്നവരെ അവരുടെ വിചാരം ഞങ്ങൾക്ക് അസുഖമൊന്നും വരില്ല എന്നാണ്. പക്ഷെ ആർക്കും എപ്പോ വേണമെങ്കിലും വരാം അസുഖം. അപകടം വരാം. അതൊന്നും ഇപ്പം ഞാൻ പറയും, ഇപ്പൊ ഇതിനിടയ്ക്ക് പറയാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, SIP ഒക്കെ അതൊക്കെ ഇട്ട് ടാലിയൊക്കെ കഴിക്കുമ്പം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ വരുന്ന നഷ്ടം ഹാൻഡിൽ ചെയ്യാനാണ്. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ എന്റെ കീശയിലെ കാശാണ് പോകുന്നത്, അതാണ് ഞാൻ സേവ് ചെയ്യേണ്ടത്. അത് പക്ഷേ ഞാൻ ടേം ഇൻഷുറൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാണ്ടാകുമ്പോൾ നഷ്ടം ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ഇതിലിപ്പോൾ നമ്മള് ഇപ്പൊ ഉദാഹരണം പറയാം, ഞാനാണ് ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ട് എന്റെ ജോബും നിന്നു അത്രയും നാളത്തെ, ഡിസ്ചാർജ് ആകുമ്പോൾ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ നമുക്ക് ഭീമമായ എമൗണ്ട് തന്നു, നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ ബാധ്യതയും തീർക്കണം, നമ്മൾ ജോബിലേക്കും കയറണം, അല്ലേ? ഇത് തന്നെയാണ് മെയിൻ പ്രശ്നം. അപ്പം എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർക്കും ഒരു ധൈര്യമാണ് ഏത് ടെസ്റ്റ് അഡ്വൈസ് ചെയ്യാനും. അതിനൊക്കെ പല ടെസ്റ്റുകളും ആക്ച്വലി ആവശ്യമുള്ളത് തന്നെയാണ്, അത് നമ്മൾ മാറ്റി വെക്കുകയാണ്. അല്ലാതെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഡോക്ടർ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ, ഡോക്ടർ എപ്പോഴെങ്കിലും ആവശ്യമില്ലാത്ത ടെസ്റ്റ് എഴുതാറുണ്ട്? ആവശ്യമില്ലാത്ത ടെസ്റ്റ് എഴുതുന്ന ആൾക്കാർ എഴുതുന്ന പോലെ എഴുതും. അത് അവർക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എഴുതും. അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എത്തിക്കലായിട്ടുള്ള ഒരു ഡോക്ടറാണ്, അത് നമ്മൾ കണ്ടുപിടിക്കാൻ തന്നെ വേണം. എത്തിക്കലായിട്ടുള്ള ഒരു ഡോക്ടർ, എത്തിക്കലായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ, അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എത്തിക്കലായിട്ടുള്ള ആള് ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അൺഎത്തിക്കലാവുന്നില്ല. അൺഎത്തിക്കലായിട്ടുള്ള ആള് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എത്തിക്കലാവാനും പോകുന്നില്ല. തിരിച്ചും വരില്ല. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടെ എത്തിക്കലായിട്ടുള്ള ഡോക്ടേഴ്സിന് ഒന്നുകൂടി ധൈര്യത്തോടെ എഴുതാമല്ലോ. കാരണം ഇവരുടെ ഈ മുന്നിലിരിക്കുന്ന പേഷ്യന്റ് മുഖത്ത് നോക്കിയിട്ട് എഴുതണോ വേണ്ടയോ, ഇവർക്ക് താങ്ങാൻ കഴിയോ ഫീസ്. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ജസ്റ്റ് ഒരാളെ കണ്ടപ്പം അവരുടെ കുട്ടിക്കൊരു ടെസ്റ്റിന് ഡോക്ടർ എഴുതിയത് 1.25 ലക്ഷമാണ്. ആ ടെസ്റ്റിന്റെ മാത്രം ഒരൊറ്റ ടെസ്റ്റിന്. ആ സമയത്ത് ആ ഡോക്ടർക്ക് തന്നെ എഴുതാനൊരു പ്രയാസം. അങ്ങനെയുള്ള ഇതില് ശരിക്കല്ലേ, ശരിക്ക് ഡോക്ടറൊക്കെയാണ് പറയാറുള്ളത് 30-40 ലക്ഷത്തിന്റെങ്കിലും എടുക്കണം. ഇപ്പൊ ക്യാൻസറിന് ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലാണ് കോസ്റ്റ് വരുന്നത്. അപ്പൊ അവരോട് 30 ലക്ഷത്തിനെങ്കിലും മിനിമം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നാണ് ഞാൻ പറയാം. അതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു അങ്ങനെ വരുമ്പോഴും നമുക്ക് എളുപ്പമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസിൽ വരുന്നുണ്ട് നമുക്ക് ഡിഡക്റ്റബിൾ ഒക്കെ എടുക്കാം. ഡിഡക്റ്റബിൾ ഒക്കെ 3 lakh വരെ നമുക്ക് വേണ്ട. അപ്പോൾ ഒരു 50 ലക്ഷത്തിനോ 1 കോടിക്കോ ഒക്കെ പ്രീമിയം വളരെ കുറയും. അപ്പം ഈ സാധാരണ നമ്മളിപ്പോ പറയുകയാണെന്ന് വെച്ചാൽ അത്ര വലിയ എമൗണ്ട് വയ്യ, എന്നാൽ ചെറിയ എമൗണ്ട് വരുമ്പോൾ ഞാൻ സ്വന്തം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിൽ കൂടുമ്പോൾ മാത്രം ഇൻഷുറൻസ് വന്നാൽ മതി. അതെ, ഇത് 3 ലക്ഷത്തിന് വരെ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ട. 3 ലക്ഷത്തിന് മുകളിൽ ക്ലെയിം വന്നാൽ 1 കോടി വരെ വേണം.
ശരിക്കും ഒരു 50 ലക്ഷം എന്തായാലും വേണം. അതെ, അപ്പൊ പ്രീമിയം അതെ 50 ലക്ഷം വേണം ശരിക്കും. ഞാൻ പറയുന്ന ഒരു 10 കൊല്ലം മുമ്പ് പറഞ്ഞു തുടങ്ങിയതാണ് 30 ലക്ഷം. ഇപ്പൊ 50 ലക്ഷം ആയി. ലിവർ സിറോസിസ് ഒക്കെ വന്ന 50 ലക്ഷം വേണ്ടി വരും. ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാത്തിനും കൂടി. പിന്നെ ഇപ്പൊ കിഡ്നി ഒക്കെ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ആളാണെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടി വരും. അതൊക്കെ കവർ ചെയ്യുന്നതൊക്കെ ആണെന്നുള്ളത് നോക്കിയിട്ട് നോക്കിയെടുക്കണം. പക്ഷെ നമുക്ക് ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം, വലുത് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരാം.